അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തസ്ബീഹ് നമസ്കാരം സുന്നത്താണോ? ചില ഹദീസുകൾ ആ വിഷയത്തിലുണ്ടല്ലോ എന്ന് പലവരും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ വിവാദങ്ങളും തർക്കങ്ങളുമുള്ള വിഷയമാണ്. ഷാഫി ഫിഖിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നബവി. അദ്ദേഹം പറയുന്നത് വഫി ഹാദൽ ഇസ്തിഹ്ബാബി നളറുൻ, ഈ തസ്ബീഹ് നമസ്കാരം സുന്നത്താണെന്ന് പറയുന്നതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലിഅന്ന ഹദീസഹാ ലഈഫുൻ, ആ ഹദീസ് ലഈഫാണ്. വഫീഹാ തഗ്യീറുൻ ലിനളമി സ്വലാത്ത്, നിസ്കാരത്തിന്റെ രൂപത്തെ മാറ്റലാണ് തസ്ബീഹ് നമസ്കാരം. എങ്ങനെയുള്ള ലിനളമി സ്വലാത്തിൽ മഅറൂഫ, അറിയപ്പെട്ട നമസ്കാരത്തിന്റെ ഒരു രൂപമുണ്ടല്ലോ, അതിൽ നിന്ന് ഘടകവിരുദ്ധമാണ് തസ്ബീഹ് നമസ്കാരത്തിന്റെ രൂപം. ഫയൻബഗി അല്ലാ യഫ്അലു ബിഗൈരി ഹദീസിൻ വലൈസ ഹദീസുഹാ ബിസാബിത്ത്, ഹദീസ് സ്വഹീഹല്ലാത്ത നിലക്ക്, സ്ഥിരപ്പെട്ട ഹദീസ് ഇല്ലാത്ത നിലക്ക് അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതേപോലെ ഇമാം സുയൂത്തി പറയുന്നത് ഉഖൈലി പറഞ്ഞിട്ടുണ്ട്, ലൈസ ഫി സ്വലാത്തി തസ്ബീഹി ഹദീസുൻ യസ്ബുത്ത്, സ്ഥിരപ്പെട്ട ഒരു ഹദീസും ഈ തസ്ബീഹ് നമസ്കാരത്തിന്റെ വിഷയത്തിലില്ല. അബൂബക്കർ ഇബ്നുൽ അറബി പറയുന്നു ലൈസ ഫിഹാ ഹദീസുൻ സ്വഹീഹുൻ വലാ ഹസൻ, ഹസനാവട്ടെ സ്വഹീഹാവട്ടെ ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല എന്നാണ്. അപ്പോൾ ദുർബലമായ റിപ്പോർട്ടാണിത്, തർക്കമുള്ള റിപ്പോർട്ടാണിത്. നിസ്കാരത്തിന്റെ ശരിയായ രൂപത്തെ മാറ്റുന്ന രീതിയാണ് തസ്ബീഹ് നമസ്കാരത്തിലുള്ളത്, പിൻബലമില്ലാത്തതാണ്, സ്ഥിരപ്പെടാത്തതാണ് എന്നൊക്കെ ഷാഫി ഫിഖിലെ പണ്ഡിതന്മാർ തന്നെ പറയുകയാണ്. അതുകൊണ്ട് തസ്ബീഹ് നമസ്കാരത്തിന് പ്രത്യേകമായി പോരിഷകളുണ്ട് എന്ന് പറയത്തക്ക സ്വഹീഹായ പ്രമാണങ്ങളില്ല, അതുകൊണ്ട് നിർവഹിക്കേണ്ടതില്ല എന്നാണ് ഒറ്റ വാക്കിൽ അതിന്റെ മറുപടിയായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.